ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് നല്ല റിസൾട്ട് വാങ്ങിത്തരണം. ഇന്ന് പറയാൻ പോകുന്നത് ദി ആർട്ടിക്കിൾസ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിലും the articles, the definite article and the indefinite article. Definite article, indefinite article. Definite article എന്ന് പറയുന്നത് ദ ആണ്, ദ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എയും ആനുമാണ്. ഇത് മുഴുവൻ അങ്ങോട്ട് പഠിപ്പിക്കാനല്ല പോണത്. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതെടുക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് മുമ്പിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണത്തിന്, ദ ഗോൾഡ് ഈസ് എ പ്രീഷ്യസ് മെറ്റൽ. തെറ്റാണ്. ഗോൾഡ് ഈസ് എ പ്രീഷ്യസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ മതി. സബ്സ്റ്റൻസ് ആർ യൂസ്ഡ് ഇൻ ജനറൽ സെൻസ്. ജനറൽ സെൻസിലാണ്. എല്ലാ സ്വർണവും മൂല്യമേറിയതാണ്. അതുകൊണ്ട് ദ ഗോൾഡ് എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. അതേപോലെ തന്നെ ദ ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം ദ ഫ്ലോർ. ദ ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം ദ ഫ്ലോർ. ശരിയാണോ സൂരജ്? അവിടെ ദ ബ്രെഡ് എന്ന് പറയേണ്ട ഒരു പ്രത്യേക ബ്രെഡ് മാത്രമല്ല മാവിൽ നിന്നുണ്ടാക്കുന്നത്. എല്ലാ ബ്രെഡും മാവിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദ ബ്രെഡ് എന്ന് പറയണ്ട. ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം ഫ്ലോർ. ദ ഫ്ലോർ എന്നും വേണ്ട. രണ്ടിടത്തും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വേണ്ട. മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രം, അതിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ് കേട്ടോ. മെയ്ഡ് ഓഫ് എന്ന് പറയുന്നത് രൂപവ്യത്യാസം വരാത്തതാണ്. ദ ഡോർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ദ ബെൽറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലെതർ. ലെതർ പോലെ തന്നെ ഇരിക്കുകയാണ്. അതേസമയം മെയ്ഡ് ഫ്രം രൂപവ്യത്യാസം വരുന്നതാണ്. ഒരു ഉദാഹരണത്തിന്, ദ ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം ഫ്ലോർ. കണ്ടോ? മെയ്ഡ് ഫ്രം ഫ്ലോർ. അതുപോലെ തന്നെ ദ ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം പൈനാപ്പിൾ. അത് പൈനാപ്പിളിനെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രമും പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലെഡ് ഈസ് എ ഹെവി മെറ്റൽ. ദ ലെഡ് എന്ന് പറയാറില്ല. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് അറ്റ് 8 o'clock. ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയില്ല. ദ ഡിന്നർ എന്ന് പറയില്ല. ദ ലഞ്ച് എന്ന് പറയില്ല. ദ ലഞ്ച് എന്ന് പറയില്ല. അതേസമയം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് കൊടുത്തത് ലഞ്ചാണെങ്കിൽ ദ ലഞ്ച് അറേഞ്ച്ഡ് ഫോർ മീ എന്ന് വേണമെങ്കിൽ പറയാം. ദ ലഞ്ച് ഒരു പ്രത്യേക ലഞ്ചാണെങ്കിൽ. അല്ലെങ്കിൽ ലഞ്ച് എന്ന് പറയണം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണം, ഡിന്നർ എന്ന് പറയണം. അതിനു മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കേണ്ടതില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ച് വെച്ചേക്കുക. അതേപോലെ തന്നെ ആപ്പിൾസ് ആർ ഗ്രോൺ ഇൻ മെനി ഡിഫറെൻറ്റ് കൺട്രീസ്. നോട്ട് ദി ആപ്പിൾസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആപ്പിൾസ് എന്ന് പറഞ്ഞാൽ മതി. ഒരു പ്രത്യേക ആപ്പിളല്ല. ബുക്സ് ആർ എസെൻഷ്യൽ ടു സ്റ്റുഡൻസ്. ബുക്സ് ആർ എസെൻഷ്യൽ ടു സ്റ്റുഡൻറ്റ്. ദ ബുക്ക് എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. എയ്റോപ്ലെയിൻ ക്യാൻ ഫ്ലൈ വെരി ഫാസ്റ്റ്. എയ്റോപ്ലെയിൻ ക്യാൻ ഫ്ലൈ വെരി ഫാസ്റ്റ്. അതിൽ പ്രത്യേക എയ്റോപ്ലെയിൻ എന്ന് പറയേണ്ട. അതുകൊണ്ട് അവിടെ ആർട്ടിക്കിൾ ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഐ പ്ലേ ഫുട്ബോൾ. ഐ പ്ലേ ദ ഫുട്ബോൾ എന്ന് പറയില്ല. ഐ പ്ലേ ഫുട്ബോൾ. ഫുട്ബോളിന് മുമ്പിൽ ദ ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ പിന്നെ ചെസ്. ദ ചെസ് ഒരു പ്രത്യേക ചെസ് അല്ല, ചെസ് മൊത്തത്തിലാണ്. ദ ചെസ് എന്ന് പറയില്ല. ദ ഫുട്ബോൾ എന്ന് പറയില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ്. ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് ആൻ അംബ്രല്ല, ആൻ ഓപ്പർച്യൂണിറ്റി, ആൻ എയറിസ്, ആൻ ഓണസ്റ്റ് പേഴ്സൺ, an economy, etc. A university,
എ യൂറോപ്യൻ, എ യുണൈറ്റഡ്, എ യൂണിയൻ, എ ഇയർ, എ യെല്ലോ, ഓർമ്മയുണ്ടോ ഇതൊക്കെ? എ യെല്ലോ, എ വൺ എയ്ഡ് മാൻ, എ 1 rupee നോട്ട്, എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, ഇതൊക്കെ സാധാരണ രീതിയിൽ വരുന്നതാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഡാഷ് ഈഗിൾ, ആൻ ഈഗിൾ, ഒരു കഴുകൻ, ആൻ ഈഗിൾ, ആൻ ഈഗിൾ. ശരി, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാൻ പോവാണ്. ഡിഡ് അലൻ ഗെറ്റ്സ്, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ്, APPLIED, അപ്ലൈഡ് ഫോർ, അപ്ലൈഡ് ഫോർ. ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഏതൊരു ജോബിന് അലൻ അപേക്ഷിച്ചു, ആ ജോലി അവന് കിട്ടി. ആ ജോലിയാണ് നേരത്തെ അപേക്ഷിച്ച ജോലി. അതുകൊണ്ട് ഡിഡ് അലൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ. അപ്പോൾ ദ ജോബാണ് ശരി. ഇതാണ് PSCയുടെ ഒരു മാർക്ക്, ദ ജോബ്. ഡിഡ് അലൻ ഗെറ്റ്, അലന് കിട്ടിയോ? ഡിഡും ഗെറ്റും കൂടെ ആകുമ്പോൾ കോട്ടാവും. ഡിഡ് അലൻ ഗെറ്റ്സ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ. അപ്ലൈ ഫോർ പ്രിപ്പോസിഷൻ ഒരുമിച്ച് വരാം. അപ്ലൈഡ് ഫോർ. അപ്പോൾ ഡിഡ് അലൻ ഗെറ്റ്സ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ. ശരി, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, EWE, യു ഈസ് എ ഫീമെയിൽ ഷീപ്പ്. യു പെണ്ണാടാണ്. ഡാഷ് യു എന്നാണ് നടക്കുന്നത്. ഉത്തരം AU ഈസ് എ ഫീമെയിൽ ഷീപ്പ്. AU ഈസ് എ ഫീമെയിൽ ഷീപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരും ബോർഡിലേക്ക് വരും. ദി ആർട്ടിക്കിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് എഴുതി നോക്കണം. ഇവിടെ I saw ഡാഷ് one-eyed man in the film. ആർട്ടിക്കിൾ പറയും. ഐസ പറയൂ സൂരജ്. ഐസ ഡാഷ് one-eyed man. A and Dayan. ഐസ A one-eyed man. ഐസ A one-eyed man. A 1 rupee നോട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ്. ഐസ ഡാഷ് SI. എല്ലാവരും ബോർഡിലേക്ക് വരൂ. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി നോക്കണം, നിങ്ങൾക്ക് ശരിയാവുന്നുണ്ടോ എന്ന്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. He saw dash SI of police sitting under dash eucalyptus. EUCALYPTUS. പറ്റുമോ നോക്കൂ. ഐസ ഡാഷ് SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ ഡാഷ് യൂക്കാലിപ്റ്റസ് ട്രീ. പറയാൻ പറ്റുമോ നോക്കൂ. പറ്റുമോ? എല്ലാവരും ഉത്തരം എഴുതണോ? ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഒരു മാസത്തിനകത്ത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഹി സാ ആൻ SI. അതേസമയം SI അല്ലെങ്കിൽ A സബ് ഇൻസ്പെക്ടർ. ആൻ SI. A ലോവർ ഡിവിഷൻ ക്ലാർക്ക്, ആൻ LDC. സുരേഷ് മനസ്സിലായോ? ആൻ UDC. അതേസമയം A അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ആൻ MLA, A മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹീസ് ആൻ SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ A യൂക്കാലിപ്റ്റസ് ട്രീ. A യൂക്കാലിപ്റ്റസ് ട്രീ.
he saw an SI of police sitting under a eucalyptus tree. A. ഇത് രണ്ട് ശരിയായോ നോക്കൂ. ശരിയായോ? ഹീ സാ അവൻ കണ്ടു. ഹീ സാ അവൻ കണ്ടു. സി കാണുന്നു, സാ കണ്ടു. സിറ്റിംഗ് അണ്ടർ. ഇത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മൾ ദി ആർട്ടിക്കിൾസ് ആണ് നോക്കുന്നത്. എല്ലാവരും ഓർമ്മിച്ച് വെച്ചേക്കുക. ദി ആർട്ടിക്കിൾസ് പരീക്ഷയ്ക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ബനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. പറയൂ. ഡാഷ് ബനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. പറയൂ. എ ആൻഡ് ദ ആണ് ബ്രാക്കറ്റിൽ. എ ആൻഡ് ദ. ഡാഷ് ബനിയൻ അറിയാൽ. ആൻഡ് എന്നൊക്കെ പറയില്ലേ. ഡാഷ് ബനിയൻ. ദ ബനിയൻ ആണ് ശരി. ശരിയാണോ നോക്കൂ. ദ ബനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. ഫിഗ്, FIG, ഫിഗ് ട്രീ. ശരിയായോ? അടുത്തേക്ക് വരട്ടെ. ഹീസ് ഡാഷ് ഓണസ്റ്റ് മാൻ. പറയൂ. ഡാഷ് ഓണസ്റ്റ് മാൻ. സുരേഷ പറയൂ. HONEST മാൻ. പറയൂ. ആൻ ഓണസ്റ്റ് മാൻ. ആൻ ഓണസ്റ്റ് മാൻ. ഇതിൻ്റെ ബാക്കി ഞാൻ എഴുതുന്നില്ല. ആൻ ഓണസ്റ്റ് മാൻ. എ യൂക്കാലിപ്റ്റസ് ട്രീ. എ യെല്ലോ. എ യൂണിയൻ. എ യുണൈറ്റഡ്. എ ഇയർ. ഓർമ്മയുണ്ടോ? ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പറയുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഐ ഒൺലി ഹാവ്. ഐ ഒൺലി ഹാവ് ഡാഷ് ഹാഫ് ഡാഷ് അവർ ബ്രേക്ക് ടു ഫിനിഷ് ദ വർക്ക്. പറയൂ. വർക്ക്. ഐ ഹാവ് ഡാഷ് ഹാഫ് ഡാഷ് അവർ. പറയൂ സൂരജ്. ഐ ഹാവ് എ ഹാഫ് ആൻ അവർ. എ ഹാഫ് ആൻ അവർ. ശരിയായി നോക്കണോ? ശരിയായി നോക്കൂ. ഐ ഒൺലി ഹാവ് എ ഹാഫ് ആൻ അവർ ബ്രേക്ക് ടു ഫിനിഷ് ദ വർക്ക്. ജോലി അവസാനിപ്പിക്കാൻ ഹാഫ് ആൻ അവറേ ഉള്ളൂ. ഹാഫ് ആൻ അവർ. ബ്രേക്ക് എവിടെ നിന്ന് കിട്ടി? BREAK. ബ്രേക്ക്. ബ്രോക്ക്, ബ്രോക്കൺ. ബ്രോക്ക് ഡിഡ് അധികം ബ്രേക്കാണ് ബ്രോക്കായി മാറിയത്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇതെല്ലാം PSCക്ക് ഏകദേശം ഒരു 3 മാസത്തിനകത്ത് ചോദിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഉത്തർപ്രദേശ് UP ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഒരു ആർട്ടിക്കിൾ ചേർക്കാനാണ്. UP ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ്. പറയൂ. ദ മോസ്റ്റ്. സൂരജ് പറഞ്ഞ കറക്റ്റാണ്. ദ മോസ്റ്റ്, ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതേസമയം ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ദ ബെസ്റ്റ്. എ ബെസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയില്ല. ദ ബെസ്റ്റ്, ദ ടോളസ്റ്റ്, ദ ബിഗസ്റ്റ്, ദ ലോങ്ങസ്റ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കും. ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ UP ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരിക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നിങ്ങളെടുത്ത് ചർച്ച ചെയ്യുന്നത്. അടുത്ത ഐ ബോട്ട് എ പെൻ. ഐ ബോട്ട് എ പെൻ. ഫുൾ സ്റ്റോപ്പ്. ഡാഷ് പെൻ, ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. പറയൂ സൂരജ്. ഐ ബോട്ട് എ പെൻ. ദ പെൻ. രണ്ടാമത് ആ പെനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ദ പെൻ. PSC 1 മാർക്ക്. ദ പെൻ.
WRITES, റൈറ്റ്സ് വെൽ. ബോട്ട് എങ്ങനെ കിട്ടി? ബോട്ട് ഐ ബോട്ട് എ പെൻ, ഞാനൊരു പേന വാങ്ങിച്ചു. എവിടെ നിന്ന് കിട്ടി? BUY, ബൈ, BOUGHT, ബോട്ട്സ്, ബോട്ട്സ്, BOUGHT, ബൈ വാങ്ങുന്നു, ബോട്ട് വാങ്ങിച്ചു. ദ പെൻ, റൈറ്റ്സ് വെൽ, ഐ ബോട്ട് എ പെൻ, ദ പെൻ. I saw a dog, the dog was running across the road, the dog. നേരത്തെ കണ്ട അതേ പട്ടി തന്നെയാണ്, the dog. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. മിസ്റ്റർ ബജാജ് വാസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരിക, ബോർഡിലേക്ക് വരൂ എല്ലാവരും. ബൈ വാങ്ങുന്നു, ബോട്ട് വാങ്ങിച്ചു, ബ്രേക്ക് പൊട്ടിക്കുന്നു, ബ്രോക്ക് പൊട്ടിച്ചു, ഓടിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. മിസ്റ്റർ ബജാജ് was dash very fastidious, TIDIOUS, fastidious, വേഗമേറിയ പേഴ്സൺ, fastidious പേഴ്സൺ, വേഗമേറിയ വ്യക്തി. who lived in small house with dash beautiful garden. പറയൂ സുരേഷ്. മിസ്റ്റർ ബജാജ് വാസ് dash very fastidious person who lived in dash small house with dash beautiful garden. പറയൂ. മിസ്റ്റർ ബജാജ് വാസ് എ ഫസ്റ്റീഡിയസ് പേഴ്സൺ, എല്ലാവർക്കും കിട്ടിക്കാണും. എ ശരിയല്ലേ? എ ഫസ്റ്റീഡിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് വിത്ത് എ ബ്യൂട്ടിഫുൾ. കണ്ട എല്ലാം എ വായിച്ച് പഠിക്കണോ? പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഓപ്ഷൻ. മിസ്റ്റർ ബജാജ് വാസ് എ വെരി ഫസ്റ്റീഡിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് വിത്ത്, ഈ വിത്ത് പ്രപ്പോസിഷനാണ്, വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ബ്യൂട്ടിഫുൾ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അഗ്ലി, UGLY, അഗ്ലി, ബ്യൂട്ടിഫുൾ അഗ്ലി. വിത്ത് കൊണ്ട് കൂടെ, വിത്ത് പെൻ, പേന കൊണ്ട് എഴുതുക വിത്ത് പെൻ, പെൻസിൽ കൊണ്ട് എഴുതുക വിത്ത് പെൻസിൽ, മഷി കൊണ്ട് എഴുതുക ഇന്നിങ്ക്. ഐ സീ വിത്ത് മൈ ഐസ്, ഐ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്, ഐ ടേസ്റ്റ് വിത്ത് മൈ ടങ്ക്. അതേസമയം സിമ്പതൈസ് വിത്ത്, ഫെമിലിയർ വിത്ത്, സിമ്പതൈസ് വിത്ത്, ഫെമിലിയർ വിത്ത്, ഈ വക കാര്യങ്ങളൊക്കെ പണ്ട് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബോർഡിലേക്ക് വരിക. ഇവിടെ ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ, ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ. പറയൂ, എ ആൻഡ് ദ പറയൂ. ആർ യു ലുക്കിംഗ് ഫോർ ദ ഷാംപൂ, ദ ഷാംപൂ ആണ് ശരി. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്, ഒരു യുദ്ധം ഒന്നിനും പരിഹരിക്കുന്നില്ല, ഒരു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. പറയൂ. എ വാർ, വാറിൻ്റെ ഓപ്പോസിറ്റാണ് പീസ്. എ വാർ നെവർ സോൾവ്സ് എനിത്തിങ്. അടുത്തത് എഗൻസ്റ്റ് ഹർ പേരൻസ് വിഷസ്, അവരുടെ രക്ഷകർത്താക്കളുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി. ഷീ വാണ്ടഡ് ടു ബിക്കം ഡാഷ് ജേർണലിസ്റ്റ്, വാണ്ടഡ് ടു ബിക്കം എ ജേർണലിസ്റ്റ്. എ ജേർണലിസ്റ്റ് ഇവിടെ എ ആണ് ഇല്ലേ? ശരി, നമുക്ക് നോക്കാം. ആർ യു ലുക്കിംഗ് ഫോർ ദ ഷാംപൂ? എ വാർ നെവർ സോൾവ്സ് എനിത്തിങ്. എ വാർ, ഒരു യുദ്ധം ഒന്നിനെയും പരിഹരിക്കുന്നില്ല. എഗൻസ്റ്റ് ഹർ പേരൻസ് വിഷസ് ഷീ വാണ്ടഡ് ടു ബി എ ജേർണലിസ്റ്റ്. എ ജേർണലിസ്റ്റ്, മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൂന്നാല് ചീരൊന്ന് വായിച്ചു നോക്കണം. വായിച്ച് നോക്കി ഇംഗ്ലീഷിൽ ശൈലി ഉണ്ടാവും. ആ ശൈലി ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ പഠനത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് എത്തുന്നത്. പണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇൻഫീരിയർ, സുപ്പീരിയർ, ജൂനിയർ, സീനിയർ, പ്രിഫർ, മേരീഡ്, പ്രയർ, ബ്ലൈൻഡ്, ടു, ഓർമ്മയുണ്ടോ? ഇതൊക്കെ വന്നാൽ 2 വരുള്ളൂ. ഈ ഇടയ്ക്ക് 3-4 ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ദ സെക്രട്ടറിയുടെ സ്പെല്ലിംഗ് പരീക്ഷയ്ക്ക് ചോദിക്കാം. SECRETARY.
ഹാസ് ടേക്കൺ എടുത്തിട്ടുണ്ട് ഡാഷ് യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിങ് ഡാഷ് ക്രൈസിസ്. പറയൂ. എ ആൻഡ് ദ സെക്രട്ടറി ഹാസ് ടേക്കൺ എ യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിങ് ദ ക്രൈസിസ്. ക്രൈസിസിൻ്റെ ബഹുവചനം ക്രൈസസ്, CRISES ആണ്, ക്രൈസസ്. ഹാസ് ടേക്കൺ എടുത്തിട്ടുണ്ട്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് ടേക്കൺ ഓർമ്മിച്ച് വെച്ചേക്കുക. രണ്ടാമത്തത്, അപ്പോൾ ദ സെക്രട്ടറി ഹാസ് ടേക്കൺ എ യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിങ് ദ ക്രൈസിസ്. എയും ദയുമാണ് ഉത്തരം. അടുത്തത്, മൈ കൊളീഗ് പുട്ട് ഫോർവേഡ് സജസ്റ്റ്, അത് വെർബൽ ഫ്രൈസ് ആണ്. പുട്ട് ഫോർവേഡ് ഡാഷ് യുണീക്ക് ഐഡിയ. പറയൂ സൂരജ്. ഡാഷ് യുണീക്ക് ഐഡിയ. എ യുണീക്ക് ഐഡിയ നമ്മൾ നേരത്തെ കണ്ടതാണ്. എ യുനാനിമസ്. അടുത്തത്, ഡാഷ് ആർട്ടിസ്റ്റ്. ഇവിടെ ദ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ്, ദ ആർട്ടിസ്റ്റ്, അയാളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ട്രൂ, എ ലൈഫ് സൈസ്ഡ് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു. ദി ആർട്ടിസ്റ്റ് വരച്ചു. എ ലൈഫ് സൈസ്ഡ് പോർട്രേറ്റ്, ചിത്രം, ഓഫ് ജവഹർലാൽ നെഹ്റു. അടുത്തത്, റാം വെൻറ്റ് ടു എ പാർക്ക്. കിട്ടിയോ? റാം വെൻറ്റ് ടു എ പാർക്ക് വൺ ഡേ ആൻഡ്, ആ പാർക്കിനെ കുറിച്ചാണ്. പറയൂ. ആൻഡ് ദ പാർക്ക്. ആൻഡ് ദ പാർക്ക് ഹാഡ് എ പോണ്ട് കുളം, പോണ്ട് ഡാഷ് ഫ്ലവേഴ്സ്. ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഡാഷ് ഫ്ലവേഴ്സ് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് എഴുതിയിട്ട് പഠിച്ചോളണം. ഈ ലാസ്റ്റ് പറഞ്ഞത്, റാം വെൻറ്റ് ടു എ പാർക്ക് വൺ ഡേ ആൻഡ് ദ പാർക്ക് ഹാഡ് എ പോണ്ട് ഡാഷ് ഫ്ലവേഴ്സ്, പോണ്ട് ഓഫ് ഫ്ലവേഴ്സ്. അവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. പോണ്ട് വിത്താണ്. പോണ്ട് വിത്ത്, ഇവിടെ ഒരു വിത്ത് കൂടെ എഴുതി ചേർക്കണം. പോണ്ട് വിത്ത് ഫ്ലവേഴ്സ്. ഒരിക്കൽ കൂടെ, റാം വെൻറ്റ് ടു എ പാർക്ക് വൺ ഡേ ആൻഡ് ദ പാർക്ക് ഹാഡ് എ പോണ്ട് വിത്ത് ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിന് മുമ്പിൽ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഇത്രയും ഓർമ്മിച്ച് വെച്ചേക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാനീ പറഞ്ഞതെല്ലാം നിങ്ങൾ എഴുതിയിട്ട് പഠിക്കണം. നിങ്ങൾ ബുക്കിൽ 1 2 തീരെ ഒന്ന് എഴുതണം. എഴുതിയിട്ട് ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഫുൾ മാർക്ക് വാങ്ങിച്ചോളണം. അപ്പോൾ ഇന്ന് നമ്മൾ ദി ആർട്ടിക്കിൾസ് ആണ് നോക്കിയത്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഈ അടുത്ത കാലത്ത് നടന്ന. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രിപ്പോസിഷൻ നോക്കാം. ഒരു 7-8 വർഷം നടത്തിയിട്ടുള്ള പരീക്ഷയുടെ പ്രിപ്പോസിഷനോ അതിനോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങളും നോക്കാം. അടുത്തത്, ഡാഷ് ആപ്പിൾ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഡാഷ് ആപ്പിൾ, ദ ആപ്പിൾസ് എന്ന് പറയില്ല, ഓർമ്മയുണ്ടല്ലോ. ഡാഷ് ആപ്പിൾ ഡാഷ് ഡേ കീപ് ഡാഷ് ഡോക്ടർ എവേ. എഴുതാൻ പറ്റുമോ നോക്കൂ. ഡാഷ് ആപ്പിൾ ഡാഷ് ഡേ, ഒരു ദിവസം ഓരോ ആപ്പിൾ കഴിക്കുക, ഡോക്ടറെ ഒഴിവാക്കാം. എല്ലാവർക്കും എഴുതാൻ പറ്റുമോ നോക്കൂ. ഡാഷ് ആപ്പിൾ ഡാഷ് ഡേ, ആൻ ആപ്പിൾ എ ഡേ കീപ് ദ ഡോക്ടർ എവേ. ആൻ ആപ്പിൾ എ ഡേ കീപ് ദ ഡോക്ടർ എവേ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇന്ന് ദി ആർട്ടിക്കിൾസ് എന്ന ഭാഗത്തുള്ള പഴയ ചോദ്യ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ പരിശോധിച്ച് നോക്കിയത്. ഇനി വേറൊരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഐസ് ഈസ് ഡാഷ് ഫ്രോസൺ വാട്ടർ, ബ്രാക്കറ്റിൽ എ ആൻഡ് ദ. ഐസ് ഈസ് ഡാഷ് ഫ്രോസൺ വാട്ടർ. ഇവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഐസ് ഈസ് ഫ്രോസൺ വാട്ടർ, ഇവിടെ ആർട്ടിക്കിൾസിൻ്റെ ആവശ്യമില്ല. ഐസ് ഈസ് ഫ്രോസൺ വാട്ടർ. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, തെറ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്.
ഗംഗ ഈസ് എ സേക്രഡ് റിവർ, തെറ്റ്. ദ ഗംഗ ഈസ് എ സേക്രഡ് റിവർ. ഈ വക കാര്യങ്ങൾ പഴയ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പ്രിപ്പോസിഷൻ, കഴിഞ്ഞ ഒരു 10 വർഷം ചോദിച്ച പ്രിപ്പോസിഷനുമായിട്ട് നമുക്ക് കൂടാം. പഴയ ക്ലാസ്സുകളിൽ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ തന്നെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, വിപരീത പദങ്ങൾ, അതുപോലെ തന്നെ സിനോണിയം, പിന്നെ അക്രോണിം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും, സെൻറ്റൻസ് കറക്ഷൻ, ഇതൊക്കെ നമ്മൾ 52 ലെസണിൽ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 52 ലെസൺ ഉപരിയായി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തതും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതൊക്കെ അവിടെ കിടക്കുകയാണ്, എന്നിട്ട് തിരക്കി നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പരമാവധി നമ്മുടെ ചാനലിലുള്ള ക്ലാസ്സുകൾ ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങൾ കാണുകയും ചർച്ച ചെയ്യുകയും നാട്ടിലൊക്കെ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച് ഇത് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു.